ഹായ്, അപ്പം ഇന്നുണ്ടല്ലോ നമ്മൾ നല്ലൊരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറ് വെച്ചിട്ടായിട്ട് ചെയ്യുന്ന അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചോറാണെന്ന് അറിയുന്നില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഞാനിത് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊന്നും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം കുറവായിരുന്നേ, പിന്നെ ഞാൻ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഇട്ടിട്ട്. അപ്പോൾ പഞ്ചസാര കുറച്ചിട്ടുണ്ടോ. അതേപോലെ ഒരു 4 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ ഞാൻ ഈ 2 കപ്പിക്ക് 4 ടേബിൾ സ്പൂണോളം ആവശ്യമില്ല, ഒരു 3 ടേബിൾ സ്പൂണോളം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂട്ടി കൊടുത്തോണ്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ, ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്, അതും ഒരു ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ട പാലാണ്, ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലും കൂടിയാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ തണുപ്പിച്ചാൽ നമുക്ക് കോരി ഇങ്ങനെ കഴിക്കാം കേട്ടോ. അങ്ങനെ കോരി കഴിക്കാം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം ഒന്നും കൂടെ നല്ല തിക്കായിട്ട് കിട്ടാറുണ്ട്. ഈ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കൂല, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ചുകൂടെ കൊക്കോ പൗഡറൊക്കെ ഒന്ന് നമ്മൾ അരിപ്പയിലൊക്കെ ഒന്ന് കണ്ടോ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. 3 മണിക്കൂറാകുമ്പോൾ നല്ല തിക്കായിട്ട് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സ്പൂണായിട്ടൊക്കെ ഞാൻ തന്നെ കൊതി വന്നിട്ട് കഴിച്ചു നോക്കിയതാണ്. പിന്നെ കുട്ടികളൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് കാണിച്ചതാട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചതിലുള്ളത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതാണ്. എൻ്റെ പൊന്നു, ഞാൻ പറയാം ചോറാണെന്നത് അറിയേയില്ല. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.